ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജിയാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസൊനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് പോവാം. നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി? എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി? ഹെർമിറ്റിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. സെൽഫ് പ്രിയോറിറ്റി കൊടുക്കുന്ന ഒരാളുടെ എനർജി. എലോണാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കാര്യങ്ങൾ എന്ത് തന്നെ ഉണ്ടെങ്കിലും ഇപ്പോൾ എലോണായി നിൽക്കുന്ന ഒരു പേഴ്സൺ എനർജിയാണ്. അതുപോലെ തന്നെ സെൽഫ് പ്രിയോറിറ്റി കൊടുക്കുന്നുണ്ട്. ഇവർ സ്വന്തം സോൾ സെർച്ചിങ് നടത്തുന്നുണ്ട്. അതായത് ഇവരുടെ ബെറ്റർ സോളിനെ ഇവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഈ പേഴ്സൺ കുറച്ചും കൂടി സ്പിരിച്വാലിറ്റിയിലേക്ക് ഇറങ്ങിയതുപോലെ, അതായത് സ്വയം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സമയം കൊടുക്കുന്നു, സ്വയം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ. ഓക്കെ, അതായത് സ്വയം ഗൈഡൻസ് എടുക്കുകയാണ്. മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ദൈവവിശ്വാസത്തിലേക്ക് പോയി എന്നല്ല, അവരെ തന്നെ മനസ്സിലാക്കാനുള്ള സമയം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കൂടുതലായിട്ടും ഒരു ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു എനർജിയാണ് ഈ പേഴ്സണ്. കൂടുതലും അവർ ഒറ്റയ്ക്ക് തന്നെയാണ് ഇപ്പം നിൽക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ച് ഇപ്പം അവരൊരു ബെറ്റർ സോളിനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഐ തിങ്ക് നിങ്ങളിൽ നിന്നും ഒരു സെപ്പറേഷനിലായിട്ടോ അല്ലെങ്കിൽ നോ കോൺടാക്റ്റിലായിട്ടോ നിൽക്കുന്നുണ്ടാകാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ പേഴ്സൺ ഒരു ഡിസ്കണക്റ്റ് ഫീൽ ചെയ്യുന്നുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം ഈ പേഴ്സൺ ഇപ്പോൾ എലോൺ ആണ്. അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഗൈഡൻസ് എന്താണോ അതിനനുസരിച്ചാണ് ഈ പേഴ്സൺ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ചില ആളുകളിൽ വളരെയധികം മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ടും അതുപോലെ സെൽഫ് പ്രിയോറിറ്റി, മെയിനായിട്ട് സെൽഫ് പ്രിയോറിറ്റി ആൻഡ് പ്രയോറിറ്റി കൊടുക്കുന്നതായിട്ടും റെസ്പെക്റ്റ് കൊടുക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, ദെൻ ഒരു കാർഡും കൂടി ഇവിടെ 6 ഓഫ് വാൻഡ്സിൻ്റെ എനർജി റിവേഴ്സ്ഡ് ആണ് വന്നിട്ടുള്ളത്. ഈഗോയിസ്റ്റിക് ആണ് പേഴ്സൺ. ഈഗോയിസ്റ്റിക് ആണ്. ആ ഈഗോ, അവർക്ക് എപ്പോഴുമുള്ള ഈഗോ ഇപ്പോഴും അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ആ ഈഗോയ്ക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ആൻഡ് സംടൈംസ് ഇവർക്ക് കോൺഫിഡൻസ് വളരെയധികം കുറയുന്നുണ്ട്. എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും കോൺഫിഡൻസ് കുറഞ്ഞു പോകുന്ന ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഈ പേഴ്സണ് ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാവുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ മാറി നിൽക്കുന്നത്. എന്താണ് ഡിസപ്പോയിൻമെൻറ്റ് എന്ന് നമുക്ക് നോക്കാം. ഇവരുടെ അച്ചീവ്മെൻറ്റ് ഇവർക്ക് എപ്പോഴും പ്രൈവസി ആയിരിക്കണം. അതായത് ഇവർ നേടിയെടുക്കുന്ന എന്തും ഇവർക്ക് പ്രൈവസി ആയിട്ട് തന്നെ ഇരിക്കണം. അതായത് മറ്റുള്ളവരെ അറിയിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഹെൽപ്പ് ചോദിച്ചോണമെന്നല്ല, സ്വന്തം അച്ചീവ് ചെയ്യാൻ സ്വയം ഇറങ്ങിത്തിരിക്കുന്നത് പോലെ. ഓക്കെ, ഹോപ്പിൻ്റെ കാർഡാണ്, സ്റ്റാർ കാർഡാണ് വന്നിട്ടുള്ളത്. പ്രതീക്ഷയാണ്. ഇവരുടെ ലൈഫിൽ മുഴുവനും ഇവർക്ക് പ്രതീക്ഷയാണ്. ഇവർ ഓരോ കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോഴും ഇവർ ഓരോ പ്രതീക്ഷകൾ വെച്ചിട്ടാണ് ഇറങ്ങിത്തിരിക്കുന്നത്. കാമായിട്ടിരിക്കുന്നുണ്ട്, ക്വയറ്റായിട്ടിരിക്കുന്നുണ്ട്, ഹീലാവുന്നുണ്ട്, സ്വയം ഹീലിംഗ് നടത്തുന്നുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞു സ്പിരിച്വാലിറ്റിയിലേക്ക് പോയിട്ടുണ്ട് ഈ പേഴ്സൺ എന്നുള്ളത്. സെയിം ഹീലിംഗ് എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റി തന്നെയാണ്. നമ്മളെ മനസ്സിലാക്കി നമ്മൾ നമുക്ക് വേണ്ടി പ്രിയോറിറ്റി കൊടുക്കുമ്പോൾ അതൊരു ഹീലിംഗ് തന്നെയാണ്. ഓക്കെ, അത് ഈ പേഴ്സൻ്റെ കയ്യിൽ നടക്കുന്നുണ്ട്. സ്പിരിച്വാലിറ്റിയിലേക്ക് കൂടുതൽ കണക്റ്റ് ആവുന്നതുകൊണ്ട് പ്രതീക്ഷയാണ്. ഇവർക്ക് എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും പ്രതീക്ഷയാണ്. എനിക്കത് കിട്ടും, എനിക്കിത് ബെറ്റർ ആക്കാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഈ പേഴ്സൺ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത്. ഐ തിങ്ക് നിങ്ങളുമായിട്ടൊരു ഡിസ്റ്റൻസ് ഇപ്പോൾ ഈ പേഴ്സൺ കീപ്പ് ചെയ്യുന്നുണ്ടാകും. സോ നിങ്ങളുമായിട്ട് ഈ പേഴ്സൻ്റെ തോട്ട്സ് എന്താണെന്നുള്ളത് നോക്കാം. ഒരു ഡിസപ്പോയിൻമെൻറ്റ് എന്തായാലും ഈ റിലേഷൻഷിപ്പിൽ ഈ പേഴ്സണ് തോന്നുന്നുണ്ട്. 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജിയിൽ വന്നിട്ടുള്ളത്. സോ ഇത് ഒരു ബാലൻസ്ഡ് എനർജിയാണ്. അതായത് നിങ്ങളുടെ ഇടയിലുള്ള എല്ലാ കാര്യങ്ങളും ബാലൻസ്ഡ് ആക്കുന്നു, ഹീല് ചെയ്യുന്നു, അതുപോലെ ഒരു ലിമിറ്റിൽ കൊണ്ടുവരികയാണ്. സ്വയം കംഫർട്ട് ആവുകയാണ് രണ്ടുപേരും. അതുപോലെ അതായത് ഏറ്റവും കൂടുതൽ സെൽഫിനാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. അതാണ് നേരത്തെ പറഞ്ഞത്, നിങ്ങൾ തമ്മിലൊരു ഡിസ്റ്റൻസ് അപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവാം. ഓക്കെ, അതായത് ഒരു ഓൺ ആൻഡ് ഓഫോ അല്ലെങ്കിൽ ഒരു മിണ്ടാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതിരിക്കുന്ന ഒരു എനർജി. സോ ഇപ്പം ഒരു ബാലൻസ്ഡ് ആണ് ഈ പേഴ്സൺ എനർജിയിൽ. ഇപ്പം റിലേഷൻഷിപ്പിൽ ബാലൻസ്ഡ് ആണ്. അതായത് അവരെല്ലാത്തിനെയും ബാലൻസ് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. അതായത് എക്സ്പ്രസ് ചെയ്യാതെ ബാലൻസ് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഈ പേഴ്സൻ്റെ ലൈഫിൽ സ്റ്റെബിലിറ്റികൾ നേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഒറ്റയ്ക്ക് നിൽക്കുമ്പം ഇവർക്ക് ഫിനാൻഷ്യലി
സ്റ്റെബിലിറ്റികൾ നേടുക, അതുപോലെ ഫിനാൻഷ്യലിയുള്ള കാര്യങ്ങളിലും അല്ലാത്ത കാര്യങ്ങളിലൊക്കെ സക്സസ് കിട്ടുന്നുണ്ട്. പക്ഷേ എംപ്രസിൻ്റെ എനർജി കണ്ടു, ഇത് ഫീലിങ്സ് ആണ്. സോ ഈ പേഴ്സണ് നിങ്ങളുടെ അടുത്തുള്ള ഫീലിങ്സ് എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ ആണ്. അതായത് ഇവർക്ക് നിങ്ങളടുത്ത് വളരെയധികം ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നുന്നുണ്ട്. ഇവർ എല്ലാ കാര്യവും അച്ചീവ് ചെയ്യുമ്പോഴും അതിൽ ഒരു പോയിന്റ് ഇവർക്ക് മിസ് ചെയ്യുന്നത് നിങ്ങളാണ്. എല്ലാ അബൻഡൻസും ഈ പേഴ്സണ് കിട്ടുന്നുണ്ട്, പ്രോസ്പെരിറ്റി കിട്ടുന്നുണ്ട്, ബട്ട് അതിലൊരു ഗ്രോത്ത് ഇല്ലായ്മ തോന്നുന്നത് നിങ്ങളുടെ പ്രസൻസ് ഇല്ലായ്മയാണ്. ഇത് എംപ്രസിൻ്റെ എനർജിയാണ്. ഒരു അൺകണ്ടീഷണൽ ലവ് തോന്നുക, ഓക്കെ, അതായത് ഒരു അൺലിമിറ്റഡ് ആയിട്ടുള്ളൊരു സ്നേഹം നിങ്ങളുടെ അടുത്ത് തോന്നുക, ഒരു മിസ്സിങ് എനർജിയാണത്. ഓക്കെ, ഒരു റൊമാൻറ്റിക് എനർജി, ഫിസിക്കലി ഉള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ നിങ്ങളടുത്ത് എന്താ പറയുക, ഇപ്പം അച്ചീവ്മെൻറ്റ് പലതും അവർ നേടുമ്പോഴും അതിൽ എന്തോ ഒരു കാര്യം അവർക്കൊരു മിസ്സിങ് പോലെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. സോ അത് നിങ്ങളടുത്ത് നിങ്ങളുടെ പ്രസൻസ് ആണത്. ഓക്കെ, നിങ്ങളുടെ ഒരു ഇല്ലായ്മ. ഈ പേഴ്സൺ തന്നെയാണ് മാറി നിൽക്കുന്നത്, പക്ഷേ എല്ലാം ശരിയാകും എന്നൊരു ഹോപ്പ് ഈ പേഴ്സൺ കൊടുക്കുന്നുണ്ട്. എഗെയിൻ ലവേഴ്സിൻ്റെ എനർജിയാണ്. ഈ കാർഡ് കാണിച്ചു തരാൻ പറ്റില്ല, ബട്ട് താഴെ എഴുതിയത് നിങ്ങൾക്ക് കാണാൻ പറ്റും തോന്നുന്നു. ലവേഴ്സിൻ്റെ എനർജിയാണ്, കൺഫർമേഷനാണ്. നിങ്ങളടുത്ത് ഒരുപാട് സ്നേഹം ഈ പേഴ്സൺ ഉണ്ട്. ഇതൊരു ഡിവൈനിങ് ലവ് ആയിട്ട് കാണുന്നുണ്ട്. ആൻഡ് ഡീപ്പ് ലവ് ആണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത്. ഓക്കെ, ഇത് എന്താ പറയുക, സോൾ ടു സോൾ കണക്ഷൻ ആണ് നിങ്ങൾ തമ്മിൽ. സോ നിങ്ങൾ ഇപ്പം ഈ മാറി നിൽക്കുന്നതൊന്നും പരസ്പരം മാറി നിൽക്കുകയാണെങ്കിലും ഒരിക്കലും മാറിപ്പോകാനൊന്നും പറ്റത്തില്ല. അത് തിരിച്ച് അഗെയിൻ കണക്റ്റ് ആവും, റിയൂണിയൻ ഉണ്ടാകും. നിങ്ങൾ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണെങ്കിൽ റിയൂണിയൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പാർട്ട്ണർഷിപ്പാണ്. ഇവിടെയും റൊമാൻറ്റിക് എനർജി കൂടുതലായിട്ടും കാണുന്നുണ്ട്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഫീലിങ്സിനകത്ത് വളരെയധികം ഫീലിങ്സ് ആയിട്ട് കണക്റ്റ് ആവുകയാണ്. പുതിയ പുതിയ ഫീലിങ്സുകൾ, റൊമാൻറ്റിക് ഫീലിങ്സും കാര്യങ്ങൾ മിസ്സിങ് ആയിട്ടും അങ്ങനെ ഇങ്ങനെയുള്ള ലവിൻ്റെ, ഡീപ്പ് ലവിൻ്റെ എനർജീസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഭയങ്കരമായിട്ട് കണക്റ്റ് ആവുന്നുണ്ട്. കറണ്ട് ഫീലിങ്സ് മജീഷ്യൻ എനർജിയാണ്. എഗെയിൻ ആൻഡ് എഗെയിൻ കൺഫർമേഷൻ, അട്രാക്ഷൻ ആണ്. ഓക്കെ, നിങ്ങളുടെ മേ ബി നിങ്ങൾ ഭയങ്കരമായിട്ടും കെയറിങ് കൊടുത്തിട്ടുള്ള ഒരാളായിരിക്കും ഈ പേഴ്സണ്. അപ്പം നിങ്ങളുടെ എന്തൊക്കെയോ കാര്യങ്ങൾ അവർക്ക് ഇപ്പോഴും മിസ്സിങ് ആണ്. ഓക്കെ, ഇവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് ഈ പേഴ്സൺ ഇരിക്കുന്നത്. എപ്പോൾ കാര്യം ചെന്നാലും നിങ്ങൾ സ്വീകരിക്കും എന്നൊരു കോൺഫിഡൻറ്റ് ഇവർക്കുണ്ട്. ആൻഡ് അതുപോലെ തന്നെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഹോപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞു, എല്ലാം ശരിയാകും എന്നുള്ളൊരു ഹോപ്പ് അവർ കൊടുക്കുന്നുണ്ടെന്നാണ്. അത് മാനിഫെസ്റ്റേഷനാണ്. നമ്മളൊരു കാര്യത്തെ ആഗ്രഹിക്കുന്നത് മാനിഫെസ്റ്റേഷനാണ്. സോ ഈ പേഴ്സൺ അത് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ അട്രാക്റ്റ് ആകുന്നുണ്ടാകാം, നിങ്ങളത് എക്സ്പീരിയൻസും ചെയ്യുന്നുണ്ടാകാം. ഈ പേഴ്സണെ മിസ് ചെയ്യുന്നൊരു എനർജി, അല്ലെങ്കിൽ ഈ പേഴ്സണെ കാണാൻ തോന്നുക, പെട്ടെന്ന് വിളിക്കാൻ തോന്നുക. സോ അതൊക്കെ എന്താണ്, ഈ പേഴ്സൺ മാനിഫെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. ഓക്കെ, അപ്പം അട്രാക്ഷനും എഫെക്ഷനും കൂടെ നല്ല രീതിക്ക് തന്നെ ഉണ്ട്. ഓക്കെ, ഒരു ഡീപ്പ് ലവ് കാണുന്നുണ്ട്. ഈ പേഴ്സണിൻ്റെ കറണ്ട് ഫീലിങ്സ് ആണ് നമ്മളിപ്പം നോക്കിയത്. 10 ഓഫ് സോഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇത് ഒരു പെയിൻഫുൾ എൻഡിങ്ങിൻ്റെ കാർഡാണ്. സോ നിങ്ങളുടെ ഇടയിൽ സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ട് മാത്രമാണ് ഈ പേഴ്സൺ ഇത് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത്. ഒരിക്കലും അത് വേണമെന്ന് വെച്ചിട്ട് അവർ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളൊരു കാര്യമേ അല്ല. അപ്പം നിങ്ങളുടെ ഇടയിൽ എന്തോ സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. സോ ആ സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ട് ഇവരെന്താക്കിയിട്ടുണ്ട്, നിങ്ങളിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ആ മാറി നിൽക്കൽ പോലും എന്താണ്, ഇവർക്ക് പെയിനാണ്. അതൊരു പെയിൻഫുള്ളാണ്. ഇതൊരു ടെമ്പററി സിറ്റുവേഷനും കൂടിയാണ്. അതൊരു മൈനർ കാർഡാണ്. ഓക്കെ, അപ്പം അതൊരിക്കലും പെർമനൻ്റ് ആയിട്ട് മാറി നിൽക്കുന്നതല്ല. കാരണം ആ പേഴ്സണ് പെയിൻഫുള്ളാണ്, ബട്ട് ആ സിറ്റുവേഷൻസ് അവരെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. ഓക്കെ, തോട്ട്സ് എന്താണ്? 5 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് തോട്ട്സിനകത്ത് വന്നിട്ടുള്ളത്. നിങ്ങൾ പൂർണ്ണമായിട്ടും നഷ്ടമായി പോയി എന്നുള്ള രീതിയിലൊരു തോട്ട് ഈ പേഴ്സൺ ഉണ്ട്. ഓക്കെ, അതായത് അവരുടെ സംടൈംസ് ഇവർക്ക് ആലോചിക്കുന്ന സമയത്ത് നിങ്ങൾ കൈവിട്ട് പോയി, നിങ്ങളിനി ഇവിടെ ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ അവർ ചിന്തിച്ചു പോകും. അതായത് ഇനി അങ്ങോട്ട് ഞാൻ ചെല്ലേണ്ട കാര്യമില്ല, ഇപ്പം അവരുടെ കാര്യങ്ങൾ ബെറ്ററായിട്ട് നോക്കുന്നുണ്ട്, ഇനി എനിക്ക് അവിടെ ഒരു പൊസിഷൻ ഇല്ല എന്നൊക്കെയുള്ള രീതിയിൽ ഇവർ ചിന്തിച്ചു പോകുന്നുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ഫിനാൻഷ്യൽ ക്രൈസിസ് വരുമ്പോഴാണ് ഇവർ നിങ്ങളെക്കുറിച്ചൊരു ചിന്തിക്കുന്നത്. മേ ബി നിങ്ങൾ ഫിനാൻഷ്യലി ഒക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരാളായിരിക്കാം, അതുകൊണ്ടായിരിക്കാം അങ്ങനത്തെ സമയത്ത് ഇവർ ഭയങ്കരമായിട്ടും ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഫിനാൻഷ്യൽ ക്രൈസിസ് വരുമ്പോൾ. അപ്പം ചിന്തകളിൽ മെയിനായിട്ടും ഈ പേഴ്സണ് നഷ്ടപ്പെട്ടു പോയി, അത് കൈവിട്ട് പോയൊരു സംഭവമാണ് എന്നുള്ള രീതിയിലാണ് ചിന്തിക്കുന്നത്. ബട്ട് ഇവർ എന്താണ്, സ്റ്റാർ കാർഡിൻ്റെ എനർജി ഹോപ്പ് കൊടുക്കുന്നുണ്ട്. എനിക്ക് എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാം, അല്ലെങ്കിൽ അവരവിടെ തന്നെ ഉണ്ടാകും. നഷ്ടപ്പെട്ടാലും നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം എപ്പോഴും അവിടെ തന്നെ ഉണ്ടാകും എന്നുള്ള രീതിയിൽ, അവരോടുള്ള സ്നേഹം എപ്പോഴും ഉണ്ടാകും എന്നുള്ള രീതിയിൽ അവർ തോട്ട്സിനെ കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, ഒരു കാർഡും കൂടി അവസാനമായിട്ട് 9 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്.
ഇത് വളരെയധികം റിഗ്രറ്റ് ചെയ്യുന്ന ഒരാളുടെ എനർജിയാണ്. റിഗ്രറ്റ് ഉണ്ടാകുന്നുണ്ട്. സംടൈംസ് ഇവർക്ക് ഭയങ്കരമായിട്ട് ആൻസൈറ്റി വരും, ഫിയർ വരും, ഡിപ്രഷൻ വരും. അപ്പം കൂടുതലും രാത്രി കിടക്കാൻ നേരത്തായിരിക്കാം ഈ പേഴ്സണ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ആലോചിച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇങ്ങനെ റിഗ്രറ്റ് വരിക. പിന്നെ ഒരു ഹോപ്പ് നഷ്ടപ്പെട്ടു, എത്ര ഹോപ്പ് ഉണ്ടെന്ന് പറഞ്ഞാലും സംടൈംസ് ഹോപ്പ് നഷ്ടപ്പെട്ടു പോവുക, ഉറക്കം വരാത്തൊരവസ്ഥ വരിക, ചിന്തിച്ചിരുന്നു പോവുക. അതായത് ഇവർക്ക് നല്ല രീതിക്ക് തന്നെ പശ്ചാത്താപമുണ്ട്. ഓക്കെ, അപ്പം മിസ്സിങ് എനർജി പേഴ്സൺ ഉണ്ട് എന്നാണ് നമുക്ക് കറക്റ്റ് ഫീലിങ്സിനകത്ത് കാണാൻ വേണ്ടി പറ്റുന്നത്. എന്നാൽ സെൽഫ് പ്രിയോറിറ്റിയും കൊടുത്ത് കുറച്ച് ഈഗോ ആയിട്ട് നടക്കുന്ന ഒരു പേഴ്സൻ്റെ കറണ്ട് എനർജിയും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള സോഡിയാക് സൈനുകൾ നമുക്ക് നോക്കാം. ഇതൊരു റീബർത്ത് ഉണ്ടാവും കേട്ടോ, ഇവിടെ റിയൂണിയൻ ഉണ്ടാവും. കാരണം ബോട്ടം ഓഫ് ദ ഡെക്ക് ഡെത്തിൻ്റെ എനർജിയാണ്. പിന്നെ നമുക്കല്ലാതെയുള്ള ലവേഴ്സിൻ്റെ എനർജിയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എന്തായാലും ഒരു റിയൂണിയൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. പോസിറ്റീവാണ്, ക്ലെയിം ചെയ്യുക. ഇവിടെ വന്നിട്ടുള്ള സോഡിയാക് സൈൻ ഒന്ന് ടോറസ്, ജെമിനി വന്നിട്ടുണ്ട്, ജെമിനി എഗെയിൻ വന്നിട്ടുണ്ട്, ജെമിനി എഗെയിൻ ആൻഡ് എഗെയിൻ വന്നിട്ടുണ്ട്, അക്യൂറിയസ് വന്നിട്ടുണ്ട്, ലിയോ വന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയും സോഡിയാക് സൈനുകളാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.